ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ട് ഒരു ഈവനിങ് ഞങ്ങളുടെ റുട്ടീൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് വ്ളോഗായിട്ട് എടുക്കാമെന്നുള്ളത്. അങ്ങനെ ഇന്ന് കുളിച്ചിറങ്ങാൻ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചധികം പണിയുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ടായിരുന്നു ഞാൻ കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ. മിക്കപ്പോഴും ഈ ഒരു ടൈമിലൊക്കെ ആയിരിക്കും കേട്ടോ കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നത്. കാരണം ജോലിയും തുണിമടക്കലും കുട്ടികളുടെ പുറകെയുള്ള ഓട്ടോ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഏകദേശം ഈ ഒരു ടൈമായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും മൈദ്യാവയും ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അവനക്ക് കുറച്ച് ഇഞ്ചിയൂടി ഇട്ട്, അവന് കുറച്ച് ദിവസമായിട്ടൊരു തൊണ്ടവേദനയും പനിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് ഇഞ്ചിയൂടി ഇട്ടൊരു ചായ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കൂടുതൽ ഇഞ്ചിയൊക്കെ ഇട്ട് ഞാനൊരു ചായ തിളപ്പിച്ചത്. വാപ്പച്ചി ആട്ടപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ വാപ്പച്ചി അന്നന്നേടെ ഉള്ള സാധനങ്ങൾ 2 ദിവസത്തേക്കിന് അല്ലെങ്കിൽ 3 ദിവസത്തേക്കിനുള്ള സാധനങ്ങളാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് പറക്കി വെച്ച് നോക്കിയപ്പോഴാണ് ഉച്ചക്കത്തെ കറിയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ചെമ്മീൻ ഉണ്ടായിരുന്നു. ഇതിനാണെങ്കിൽ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ചെമ്മീൻ. കൊച്ചിലെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിഭവമാണ് ഈ ചെമ്മീൻ. കാരണം അട്ട ചുരുളുന്ന കണക്ക് ചുരുണ്ടിരിക്കുന്നു, അത് അട്ടയുടെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പണ്ട് കഴിക്കത്തൊന്നുമില്ലായിരുന്നേ. ഒരിക്കൽ നട്ട പാതിരാത്രി ആയപ്പം എൻ്റെ അത്തച്ചി വിരട്ടി പിടിച്ചിരുത്തിയാണ് എന്നോട് പറഞ്ഞു, ഒരെണ്ണം തിന്നാലും നീ മരിച്ചൊന്നും പോവില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ തീറ്റിച്ച്. അന്ന് തിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇതുവരെയും ആ ഒരു കൊഞ്ചിനോടുള്ള എൻ്റെ ഒരു പ്രേമം മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ചായ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച ആ ഒരു ഇഞ്ചിയുടെ മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പണ്ട് ഈ ചായക്ക് ഇഞ്ചിയും മറ്റേ ഏലക്ക അങ്ങനത്തെ ഒന്നും ഇടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇഷ്ടങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരുപാട് ഇഷ്ടങ്ങളെ നമ്മൾ വേണ്ടെന്ന് വെക്കുകയും നമ്മൾ മാറ്റി വെക്കുകയും ചെയ്യുന്ന പീരീഡ് ഓഫ് ടൈമാണ് കേട്ടോ നമ്മുടെ കല്യാണം കഴിയുന്നതെന്ന് പറയുന്നത്. ഭർത്താവിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കാതെ വരും. അങ്ങനെ ജീവിച്ചൊരു വ്യക്തി തന്നെയാണ് ഞാനും കേട്ടോ. പിന്നെ എന്തോ എൻ്റെ ഭർത്താവ് എന്നെ ആ ഒരു നിലയിൽ നിന്നും മാറ്റിയെടുക്കുകയാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും കൂടുതലും കുട്ടികളുടെ ടൈമിങ്ങിനും കുട്ടികളുടെ ആ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ടൈം മാറ്റി വയ്ക്കുന്നത്. കാരണം ഈ ഒരു പ്രായത്തിലാണ് നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രസൻ്റ്ലി എൻ്റെ പ്രസൻസ് അവർക്ക് കൊടുക്കാൻ തന്നെ ഞാൻ ശ്രമിക്കും കേട്ടോ. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ചായ കുടിച്ച് വന്നിരിക്കും. ഇത് എപ്പോഴും കാണില്ല കേട്ടോ. കാരണം കുട്ടികൾ ഉറങ്ങുന്ന സമയമാണെങ്കിൽ ഞാൻ വൈകുന്നേരം ഒറ്റയ്ക്ക് ഇരുന്നാണ് ചായ കുടിക്കാറ്. ചിലപ്പോൾ ഇവനുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ ഇരിക്കും. അവൻ്റെ സ്കൂളിലെ കാര്യങ്ങളും ഉമ്മയുടെ കൊച്ചിലെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവൻ എൻ്റെ കൂടെ കൂടുന്നത്. കൊച്ചിലെ കഥകളൊക്കെ നമ്മൾ ഈ 90s കിഡ്സിന് ഒരുപാട് പറയാനുണ്ടാവുമല്ലോ. അതൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കും. അവൻ്റെ സ്കൂളിലെ A to Z എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് പറയാറുണ്ട് കേട്ടോ. അതിന് ഗുഡ് ഓർ ബാഡ് തിങ്സ് എന്താകട്ടെ, അത് അവനൊരു അടി കൊള്ളുന്നതാകട്ടെ വഴക്കൊള്ളുന്നതാകട്ടെ എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് പറയുവേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവന് മുട്ട പൊരിച്ച് കഴിക്കണമെന്ന് തോന്നി. നോക്കിയപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ മില്ലിൽ പോയി ഉമ്മി കുപ്പി എടുത്താൽ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പച്ചിയുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് വാപ്പച്ചിയോട് എന്തൊക്കെയോ കഥയും പറഞ്ഞിട്ട് പോകുന്ന പോക്കാണ്. അവന് ചെറിയൊരു അസ്വസ്ഥതയും തലകറക്കവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അവൻ്റെ കൂടെ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന എനിക്കിപ്പോൾ ഒരു പ്രൗഡ് മൊമെൻ്റ് ഒരു ഫീലാണ്. കാരണം മറ്റുള്ള കുട്ടികളെ പോലെ അല്ല എനിക്ക് അവനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അവൻ ഭയങ്കര അടക്കവും ഒതുക്കമുള്ളൊരു പാവം കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനുമായിട്ട് കാര്യം പറഞ്ഞൊക്കെ ഇരിക്കാൻ. അവനെ അങ്ങനെ ഞാൻ സൈക്കിൾ കയറ്റി അങ്ങോട്ട് വിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ വാതിക്കലോട്ട് ഞാൻ വന്ന് നിന്നത്. അവിടെ കുറച്ച് നേരം നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ കൂടെ നമ്മുടെ ഏജ് ഗ്യാപ്പിലുള്ള ആൾക്കാരുള്ളപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ വൈബ് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. കുറച്ച് നേരം ഇങ്ങനെ അച്ചുവിൻ്റെ കൂടെ അവിടെ കുറച്ച് നേരം കാത്തിരുന്ന് കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അവൾക്ക് കുറേ കോളൊക്കെ വരാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചു. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സൊറ പറയൂടോ. അതൊരു രസമാണ്. പക്ഷേ എപ്പോഴും ഇല്ല കേട്ടോ. കാരണം ഉമ്മച്ചു വാപ്പച്ചു വഴക്ക് പറയുന്നുള്ള ടെൻഷനും പേടിയും കൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഓടി ഇറങ്ങി പോരുകയാണ് കേട്ടോ പതിവ്. അങ്ങനെ അവൾ ആ ഡ്രസ്സ് എടുത്ത് നോക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയ ഡ്രസ്സാണ്. 200 റുപ്പീസേ ഉള്ളൂ കേട്ടോ. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ക്ലോത്തായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും മൈദിൻ്റെ എണ്ണയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഓയിൽ മില്ല്, നമ്മുടെ അക്ഷയയുടെ മില്ല്. എല്ലാവരും തിരക്കി വരുന്നൊരു ഓയിൽ മില്ലാണ് കേട്ടോ. ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ മിക്കവാറും ഈ ഒരു എണ്ണ വാങ്ങിച്ചിട്ടും പോകാറുണ്ട്. കാരണം അത്രയ്ക്കും പ്യുവറായിട്ടുള്ള ഓയിലാണ് കേട്ടോ ഇവരുടേത്. അങ്ങനെ ഇതിന് ബുൾസൈ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിത് ബുൾസൈ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇതിനും അവൻ്റെ വാപ്പിയൊക്കെ ബുൾസൈയുടെ വലിയ ആരാധകരാണ്. അങ്ങനെ അവന് ബുൾസൈ ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ
ബുൾസൈയുടെ എണ്ണം പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞ് 2 ബുൾസൈ ഉണ്ടാക്കി തരണം, കാരണം പനിയാണ്, ദഹനക്കേടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞ് 2 ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ കുറേ നേരം അവിടെ കഥയും പറഞ്ഞിരുന്നു. ഉമ്മി വലിയ ബുൾസൈ വേണം, ഉണ്ണി ഉടയാതെ വേണം, അങ്ങനെ കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഈ ബുൾസൈയുടെ വലിയൊരു ഭ്രാന്തിയായിട്ടുള്ളൊരു ആരാധികയായിരുന്നു കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ബുൾസൈ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് വീട്ടിൽ ഒരുപാട് കോഴിയും കുഞ്ഞുങ്ങളും മുട്ടയും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നാടൻ മുട്ടയ്ക്കൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം മൊത്തവും വരവ് മുട്ട ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വസിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ പൊരിച്ച് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്ത് മുത്താൻ്റി വന്നിട്ട് പറഞ്ഞു, മുത്താൻ്റി എന്ന് പറയുന്നത് നമ്മുടെ അപ്പച്ചിയാണ്, മുത്താൻ്റി പറഞ്ഞു മുത്താൻ്റിക്ക് ഏത്തക്ക വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് പൊരിക്കുന്ന സമയം കൊണ്ട് അവൻ ഏത്തക്ക വാങ്ങിക്കാനായിട്ട് പോയി. അവൻ പോയി കഴിഞ്ഞപ്പം എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ഒറ്റപ്പെട്ട ഫീലായിരുന്നു കേട്ടോ. എനിക്കെപ്പോഴും കുട്ടികളുടെ അടുത്തുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. അവരില്ലാന്നുണ്ടെങ്കിൽ സത്യമായിട്ടും എനിക്ക് ആ ഒരു ദിവസം വല്ലാത്തൊരു അവസ്ഥയായിരിക്കും കേട്ടോ. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്നത് ഞാനിങ്ങനെ കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അത്രയ്ക്കും എനിക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ. അവരുണ്ടെങ്കിലേ എനിക്കൊരു വെളിച്ചമുണ്ടോ, ഒരു പോസിറ്റീവ് മൈൻഡുള്ളൂ എന്നൊക്കെയുള്ള ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നേരം ഞാൻ അവനെയും വെയിറ്റ് ചെയ്തിരുന്നു. അറിയാതൊന്ന് കണ്ണ് മയങ്ങിപ്പോയപ്പോഴേക്കും ഒരു ലോഡ് മിഠായികളുമായിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള കട വരെ പോകുന്നതിനുള്ള അവൻ്റെ കൂലിയാണ്. ഉമ്മയ്ക്കിത് വേണോ എന്ന് ചോദിച്ചു. ഞാൻ കൈ നീട്ടിയപ്പോൾ തരാതിരിക്കാൻ പാകത്തിന് തോന്നിയില്ല, അതെനിക്ക് തന്നു കേട്ടോ. ഇതെന്തോ ജെല്ലി പോലുള്ളൊരു മിഠായി ആയിരുന്നു. യാമ്പൂല് നമ്മൾ സൗദിയിലായിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മിക്കപ്പോഴും വാങ്ങിച്ചുകൊണ്ട് തരും ഈ ജെല്ലീസൊക്കെ. എനിക്കതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. കാരണം എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന 3rd പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പച്ചവെള്ളം കുടിച്ചാലും ഞാൻ ഛർദ്ദിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആ ടൈമിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് ജെല്ലി മിഠായിസ് ആയിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഈവനിങ് അത് എത്ര രാത്രിയാണെങ്കിലും എനിക്കത് കഴിക്കണമെന്ന് പറഞ്ഞു തന്നാൽ പുള്ളിക്കാരൻ ഓടിപ്പോയി വാങ്ങിയിട്ട് വരുമായിരുന്നു കേട്ടോ. ഞാൻ ഇതൊക്കെ കഴിച്ചപ്പം ഞാൻ പെട്ടെന്ന് അതൊക്കെയാണ് കേട്ടോ ഓർത്തത്. അങ്ങനെ അത് കുറച്ച് നേരം കഴിച്ചു. പക്ഷേ അത്ര സോഫ്റ്റായിട്ട് എനിക്കിത് ഫീൽ ചെയ്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ ആ മുട്ട കഴിക്കണമെന്ന് പറഞ്ഞു. അവനായിരുന്നു കണക്ക് കൂട്ടുന്നത്. ഇന്ന് 3 ദിവസം ചോറ് കഴിച്ചിട്ടെന്നാണ് കേട്ടോ പറയുന്നത്. വണ്ണം വെക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഡയറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവനും ഇതൊക്കെ തന്നെയാണ് പരിപാടി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് ഇനിയും ഈവനിങ് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കണമേ. കാരണം നാളെ സ്കൂളിലുള്ള ദിവസമാണ്. യൂണിഫോം അലക്കിയിട്ടാൽ മാത്രം പോരല്ലോ, തേച്ച് വൃത്തിയാക്കി കൊടുക്കുകയും വേണം. നാളെ പോകാനുള്ള ചെറിയ ഇന്നേഴ്സ് മുതൽ സോക്സ് മുതൽ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യെത്തുന്നിടത്ത് എടുത്തു വെച്ചില്ലെങ്കിൽ പിന്നെ രാവിലെ മുതലുള്ള ബഹളവും ഓട്ടവും വെപ്രാളവും ആയിരിക്കും. ഇതാകുമ്പോൾ തലേന്ന് തന്നെ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു വെപ്രാളവും ഇല്ലാതെ അവരെ പറഞ്ഞു വിടാൻ എനിക്കും പറ്റും. കുട്ടികളാണെങ്കിലും ആ ഒരു കറക്റ്റ് ടൈമിന് വെപ്രാളമൊന്നും ഇല്ലാതെ പോകും കേട്ടോ. കുറച്ച് നേരം ആ പണികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടിരുന്നപ്പോഴാണ് എനിക്ക് കുറച്ച് ക്രോഷ്യ ചെയ്യാനായിട്ട് തോന്നിയത്. ഈ കുറച്ച് ദിവസമായിട്ട്, അതായത് ഈ 2026 സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഈ ക്രോഷ്യ പ്രാന്തിലോട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കുറച്ച് നേരം നമ്മുടെ മൈൻഡൊന്ന് റിലാക്സ് ചെയ്യാനും നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മനസ്സിനെ ഒന്ന് കയറ്റി വിടാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതൊക്കെ. അപ്പം ഞാൻ അങ്ങനെ ക്രോഷ്യ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ഇതിന് മുന്നുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ക്രോഷ്യ ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു ബണ്ണിയെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവും. കാരണം കുഞ്ഞുമോൾ ഇടയ്ക്ക് വന്ന് പിടിക്കുമ്പം അതിൻ്റെ നമ്പേഴ്സോ കാര്യങ്ങളോ ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ അതിരുന്ന് റെഡിയാക്കി ഒരു പകുതി വരെ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ ഭയങ്കര ബഹളമായിരുന്നു. കാരണം അവൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന് കളിക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു നൂലെല്ലാം പെറുക്കിക്കൊണ്ട് പോകണം. പക്ഷേ ഇതൊന്നും ഞാൻ കൊടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പണ്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യുമായിരുന്നു, പെയിൻറ്റിങ് ചെയ്യുമായിരുന്നു, കളറിങ്, അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. പിന്നീട് ഇങ്ങോട്ട് എന്തൊക്കെ എവിടെയൊക്കെ കൈവിട്ടു പോയി, കൈമോശം വന്നുപോയി എന്ന് വല്ലൊരു ഫീലായിരുന്നു എനിക്ക് കേട്ടോ. പിന്നീട് ഞാൻ ഒന്നിലേക്കും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളായിരുന്നു എൻ്റെ ക്രാഫ്റ്റ്, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുകയാണ് എൻ്റെ ക്രാഫ്റ്റ് ടൈം എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ചെറിയ ആ ഒരു ടൈം പാസിനെ ഞാൻ കണ്ടെത്തുമായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറച്ച് നേരമൊക്കെ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ഇതിനെ പഠിപ്പിക്കാനുള്ളൊരു ടൈമായത്. ഞാനിപ്പോൾ ഓരോരുത്തർക്കും പഠിപ്പിക്കാനായിട്ട് ടൈമിങ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ 2 പേരോട്ട് ഇരുന്ന് ഭയങ്കര ക്ലാഷാവും. അങ്ങനെ അവൻ പഠിക്കാനുള്ള കാര്യങ്ങളും മാത്സിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ പഠിക്കാനിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് മാത്സ് പഠിക്കുന്നത്. അവനെ പഠിപ്പിക്കുകയും അതിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരിക്കുകയും ചെയ്യുമ്പം ആ ഒരു ദിവസം അതോടുകൂടി അവിടെ തീർന്നു കേട്ടോ. എൻ്റെ ഈ വീഡിയോസിൽ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും ഞാനത് തിരുത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത്. എൻ്റെ വീഡിയോസും എൻ്റെ ഈ ചുറ്റുപാടും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ
ഒരു മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം എന്ന് പറയുന്നത്. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരുപാട് ഈ വീഡിയോസ് നിർത്തിയിട്ടുണ്ട്, പക്ഷേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമാണ്.